ദിലീപിന് നമുക്ക് ഈ കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ട് ഒരു വിവാദത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷന്റെ പേരിൽ വന്നൊരു കത്ത്, അത് വലിയ ചർച്ചയായിരുന്നു അല്ലേ? അതെ. ആ ചർച്ച അതേ തുടർന്ന് സുധാകരൻ തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം 24-നോട് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ദീപക് ധർമ്മടത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് സുധാകരൻ അന്ന് അക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അന്വേഷണം വേണമെന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. അന്വേഷിച്ചാൽ മാത്രമേ കത്ത് ശരിയോ തെറ്റോ എന്ന് അറിയാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും സുധാകരൻ കണ്ണൂരിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. ആ പ്രതികരണം കാണാം. കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ. ആണെന്നും അല്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് മാർഗം വേണം? അതിന്റെ ശരിയായ വഴിയിലൂടെ പരിശോധിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്തണം. വോട്ടെടുപ്പിന് ശേഷം നമുക്ക് അത് പരിശോധിക്കാൻ നോക്കാം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അജീഷ്, എന്തായാലും അന്വേഷണം വേണം ആ കത്തുമായി ബന്ധപ്പെട്ട് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ അല്ലേ? ദിവസം മുന്നെയാണ് ഇങ്ങനെ ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടത്. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഒപ്പോടുകൂടിയായിരുന്നു ആ കത്ത് വന്നത്. അതിലെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ അയോഗ്യനാണ് എന്നതായിരുന്നു ആ കത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് അയച്ചു എന്നുള്ള രീതിയിലായിരുന്നു അത് പ്രചരിക്കപ്പെട്ടത്. ഈ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അത് വ്യാജമാണെന്ന് VD സതീശൻ പൂർണ്ണ KPCC പ്രസിഡന്റും പറഞ്ഞിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും അടക്കം അവർ പരാതി നൽകിയിരുന്നു. ഇത് വ്യാജ കത്താണെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നാൽ സുധാകരൻ അതിന് പിന്നാലെ തന്നെ പറഞ്ഞത് ഈ കത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, അത് വ്യാജനാണോ ഉള്ളതാണോ എന്ന് അത് അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ സംസ്ഥാന നേതൃത്വം അതിന് എതിരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. കേന്ദ്രത്തോട് നേരിട്ട് ചെന്നപ്പോഴടക്കം MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇതാണ് സുധാകരൻ ഈ കത്തിനെ സംബന്ധിച്ചിടത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം. ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഈ കത്ത് ശരിയോ തെറ്റോ എന്ന് അറിയാൻ കഴിയൂ. എന്നാൽ ഹൈക്കമാൻഡിന് അയച്ച കത്ത് വ്യാജം എന്ന് ആയിരുന്നു നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നത്. എന്തായാലും തനിക്കെതിരായ സണ്ണി ജോസഫിന്റെ കത്തിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് സുധാകരൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണം വേണം ആ കത്തുമായി ബന്ധപ്പെട്ട്, എന്നാലേ സത്യാവസ്ഥ അറിയാൻ സാധിക്കൂ എന്നുള്ളത് പറയുന്നുണ്ട്. വലിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുധാകരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദിലീപ് ഈ പ്രതികരണത്തിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു അബദ്ധം പറ്റുന്നുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം തുടർഭരണം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നീട് അത് തിരുത്തി അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല സുധാകരന് അദ്ദേഹത്തിന് സീറ്റ് നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് ചില കത്ത് എഴുതി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡിന് കത്ത് നൽകി എന്ന ആരോപണവും ഉയർന്നിരുന്നു. പക്ഷേ അത് വ്യാജമാണ്, ആ കത്ത് വ്യാജമാണെന്ന് രണ്ടുപേരും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു. അതിൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.